ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം 5 വെഹിക്കിൾ വരെ ഈ സബ്സിഡിയിൽ വണ്ടി എടുക്കാൻ പറ്റും. നമുക്ക് ടെന്യൂർ കിട്ടുന്നുണ്ട്, ലോൺ ടെന്യൂർ കിട്ടുന്നുണ്ട്. ഓക്കെ, 1 ഇയർ മൊറട്ടോറിയം കിട്ടുന്നുണ്ട്, 12 months മൊറട്ടോറിയം കൊടുക്കും. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടിയായിട്ടാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു വാഹനം തന്നെയാണ് ട്രാവലർ. ഈ ട്രാവലറിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരവാൻ കേരള. ആ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഫോഴ്സ് പുറത്തിറക്കിയ പുതിയ കാരവനാണ്. ഫോഴ്സിൻ്റെ ലേബൽ വരുന്ന, ഫോഴ്സ് തന്നെ മാനുഫാക്ചർ ചെയ്ത് വരുന്ന, ഫോഴ്സിൻ്റെ പിനാക്കിൾ എന്ന് പറഞ്ഞ സിസ്റ്റർ കൺസൈൻ മാനുഫാക്ചർ ചെയ്ത് വരുന്ന, ലീഗലായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത ഒരു കാരവൻ. അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ടാണ്, 2-2.5 വർഷമായിട്ട് നമ്മൾ കോവിഡ് എന്ന ഒരു വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ മേഖലയും നമ്മുടെ ടൂറിസം മേഖലയും, നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ കേരളം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സ്ഥലത്തെ നമുക്ക് ഗവൺമെൻറ്റിന് ഒരിക്കലും നശിപ്പിച്ച് കളയാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രമാണിച്ച് ഏറ്റവും വളരെ അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് കാരവാൻ ടൂറിസം. മറ്റുള്ള രാജ്യങ്ങളെല്ലാം വളരെ സക്സസ് ആയിട്ട് ഈവൻ പ്രൈവറ്റ് ആൾക്കാർക്കും അതുപോലെ ടൂറിസം എന്ന പദ്ധതിക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ആദ്യം കേരളം തന്നെയാണ്. കേരളം നല്ലൊരു മാതൃക കാട്ടിക്കൊടുക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും. അപ്പോൾ നമുക്ക് ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു ബ്രാൻഡിൽ ഒരു കാരവാൻ നമ്മൾ കണ്ടു. അപ്പോൾ അടുത്തതായിട്ട് ഫോഴ്സ്, നമുക്ക് നമ്മൾ നോർമൽ ഒരു കാരവാനൊക്കെ നമ്മൾ മനസ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ബ്രാൻഡ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ബ്രാൻഡിങ്ങിൽ, ഫോഴ്സിൻ്റെ വാഹനത്തിൽ നമ്മൾ കാരവാൻ ഉണ്ടായി കാണുന്നത് ഒരു പ്രോട്ടോടൈപ്പ് വാഹനമാണ്. നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനം കൊണ്ടുവന്നതാണ്. കൂട്ടത്തിലാണ് നമുക്ക് ഒരു റിവ്യൂവിന് കാര്യങ്ങൾക്കൊക്കെ വാഹനം കിട്ടിയത്. അപ്പോൾ നമുക്ക് വാഹനം അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വഞ്ചിനാട് മോട്ടേഴ്സിനാണ്. ഫോഴ്സിൻ്റെ ഡീലറാണ് ട്രിവാൻഡ്രത്തെ. അവിടുത്തെ അശ്വദേവ് നമ്മുടെ കൂടെയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പ്ലാനിനെ കുറിച്ചും ഈ ഒരു വാഹനത്തിൻ്റെ കോസ്റ്റിനെ കുറിച്ചും ഇതിൻ്റെ പദ്ധതിയെക്കുറിച്ചും ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചും പിന്നെ ഇതിനത് നമുക്ക് പറയാം. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 300 പേർക്ക് കുറച്ച് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അശ്വദേവിനോട് ഒന്ന് കൂടുതലായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് അശ്വദേവ്. വഞ്ചിനാട് മോട്ടേഴ്സിൻ്റെ സെയിൽസ് മാനേജറാണ്, ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വണ്ടി വന്നിട്ട് കുറച്ച് ദിവസമായത്. വണ്ടി വന്നിട്ട് കുറച്ച് ദിവസം. ഇതിപ്പോൾ എന്താണ് മെയിൻ പർപ്പസ് എന്നാണ് ഇത് കൊണ്ടുവന്നതിൻ്റെ? ഇത് നമ്മളിപ്പോൾ കേരള ടൂറിസത്തിന് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് പോലെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ഫോഴ്സിന്റെ തന്നെ പിനാക്കിൾ ഫാബ്രിക്കേറ്റ് ചെയ്ത വണ്ടിയാണ്. ഫോഴ്സ് മോട്ടോർ ഹോം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഗവൺമെന്റിലേക്ക് പ്രസന്റ് ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ എല്ലാം കസ്റ്റമേഴ്സിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ ഒന്ന് റീമോഡിഫൈ ചെയ്ത് കസ്റ്റമറിന്റെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഫൈനലി വരുന്നത് ഒരു പ്രോഡക്റ്റ് അല്ല അതല്ലേ? ഫൈനലി വരുന്നതല്ല, ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഓക്കെ, ഇനി മാറ്റങ്ങൾ വരാം. അപ്പൊ കേരള ടൂറിസത്തിന്റെ ഒരു പദ്ധതിയാണ് ഈ ഒരു കാരവാൻ കേരള എന്ന് പറഞ്ഞത് അല്ലേ? ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? അതായത് ഇപ്പൊ നമുക്ക് ടൂറിസ്റ്റിനെ കുറച്ചും കൂടെ നമുക്ക് കേരളത്തിലോട്ട് ആകർഷിച്ച് ഇപ്പൊ കോവിഡ് സെനാരിയും ഇതെല്ലാം ഒന്ന് നമുക്ക് മറികടന്ന് നമുക്ക് ടൂറിസം മേഖല കുറച്ചും കൂടെ ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഫസ്റ്റ് വരുന്നത് കേരളത്തിലാണ് അല്ലേ? നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മളെല്ലാം ചെയ്ത് ഏറെ അപ്രൂവൽ ഉള്ള മോഡലാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഫോഴ്സിന്റെ T2 4020 കാരവൻ ഷെൽ 9+D പെർമിറ്റ് ഉള്ള കാരവൻ ഷെല്ലിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതിൽ ആൾറെഡി ഈ സത്യം പറഞ്ഞാൽ ഫോഴ്സിന്റെ ട്രാവൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ? പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് എങ്ങനെ വരുന്നത്? എക്സ്ഷോറൂം 37 ആണ്. നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഇൻഷുറൻസും പിന്നെ ഇതിന് ക്വാർട്ടർ ടാക്സ് ആണ് വരുന്നത്. കാരവന് പ്രത്യേക ടാക്സ് ആണ്. സ്ക്വയർ മീറ്ററിന് പ്രൈവറ്റ് ടീംസിന് 1000 രൂപയാണ് സ്ക്വയർ മീറ്റർ വരുന്നത്. ഇപ്പം കേരള ടൂറിസമായിട്ട് ലിങ്ക് ചെയ്ത് ടൂറിസം ഇറങ്ങുന്ന വണ്ടികൾക്ക് സബ്സിഡി ഇത് ടാക്സിലും കുറവ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 250 rupees per square meter ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ബിലോ 2500 ആണ് ക്വാർട്ടർ ടാക്സ് വരിക. അത്രേ വരുന്നുള്ളൂ. ഈ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റേ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അത് 19 സീറ്ററോ? ഇത് 26 സീറ്ററിന്റെ വണ്ടിയിൽ 9 സീറ്റിനാണ് ഇപ്പം ചെയ്ത് വരുന്നത്. ഇത് നമുക്ക് വൈറ്റ് ബോർഡായിട്ടും യെല്ലോ ബോർഡായിട്ടും ചെയ്യാം. അതായത് നമുക്കിപ്പോൾ സബ്സിഡി വരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കോസ്റ്റിന്റെ 15% അല്ലെങ്കിൽ 7.5 ലാക്ക് അതാണ് വരുന്നത് ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന്. അത് കഴിഞ്ഞ് 101 മുതൽ 200 വരെ ഉള്ളവർക്ക് വണ്ടിയുടെ 10% അല്ലെങ്കിൽ 5 lakhs. ഓക്കെ, അങ്ങനെ വരും. അടുത്ത 201 മുതൽ 300 വരെ ഉള്ളവർക്ക് വണ്ടിയുടെ 5% അല്ലെങ്കിൽ 2.5 lakhs. അങ്ങനെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടല്ലേ? ടോട്ടൽ 300 ഇതാണ് ഉദ്ദേശിക്കുന്നത് കേരള ടൂറിസം. ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം 5 വെഹിക്കിൾ വരെ ഈ സബ്സിഡിയിൽ വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ ബാങ്ക് ലോൺസും കാര്യങ്ങളൊക്കെ. ബാങ്ക് ലോൺസ് ഒരു വണ്ടിക്ക് 50 lakh to 1 crore വരെയാണ് ഒരു വണ്ടിക്ക് മാക്സിമം അവർ ഫണ്ട് ചെയ്യുന്നത്. നമുക്ക് വണ്ടിക്ക് അത്രയും കോസ്റ്റ് വരുന്നില്ല. അതുപോലെ മാക്സിമം 5 crore വരെ അവർ ഫണ്ട് ചെയ്യും.
അതിന്റെ നമുക്കൊരു 6 വർഷം വരെ നമുക്ക് ടെന്യൂർ കിട്ടുന്നുണ്ട്, ലോൺ ടെന്യൂർ കിട്ടുന്നുണ്ട്. ഓക്കെ, 1 ഇയർ മൊറട്ടോറിയം കിട്ടുന്നുണ്ട്, 12 മന്ത്സ് മൊറട്ടോറിയം കൊടുക്കുന്നുണ്ട്. സിറ്റുവേഷൻ പ്രമാണിച്ച് 12 മന്ത്സ് മൊറട്ടോറിയം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റും കുറവാണ്, 8% ഒക്കെ വരുന്നുള്ളൂ. 8 to 9%-നകത്താണ് മിക്കവാറും ബാങ്ക്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KSIDCയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സിസ്റ്റിംഗ് ടൂർ ഓപ്പറേറ്റേഴ്സിനും റിസോർട്ട് ഓണേഴ്സിനും അതുപോലെ ഇൻഡിവിജ്വൽ പുതിയ സംരംഭകർക്കും ഇതൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആർക്കും വേണം ഈ ഫീൽഡിലോട്ട് കടന്നു വരാം, അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറി കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? പിന്നെ നമ്മൾ ഈ ഒരു ടൂറിസ്റ്റിനെ നമ്മൾ ഇതിനകത്ത് എടുത്തു, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ രാത്രി സമയത്ത്? കാരവൻ പാർക്കിന്റെ ഇതും കൂടെ കേരള ടൂറിസം ചെയ്യുന്നുണ്ട്. കാരവൻ പാർക്ക് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ KTDC ആയിട്ട് ചേർന്ന് അവരവിടെ പാർക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽസിനും ഇപ്പൊ റിസോർട്സിനും ഒക്കെ കാരവൻ പാർക്ക് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അതുമല്ല മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കാരവൻ ടൂർ ബസ് ഈ ഒരു പദ്ധതി വൻ വിജയത്തിലേക്ക് പോകുന്ന യാതൊരു സംശയമില്ല. ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു, അവർ എയർപോർട്ടിൽ ഇറങ്ങി അവർക്ക് നേരെ ഈ വണ്ടിയിലോട്ട് ലഗേജ് എല്ലാം വെച്ച് അവരുടെ ഒരു വീടായി. അതെ, അവർക്ക് ഒരു 15 ദിവസം 20 ദിവസം ആണെങ്കിൽ വേറെ അതെ എങ്ങോട്ട് പോകണ്ട, ഇതിനകത്ത് തന്നെ കഴിച്ചു വിട്ടാം. അവർക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷനിൽ പോകാം. അവിടെ ഈ കാരവൻ പാർക്ക് ഉണ്ടാവും, അവിടെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. മിനിമം ചാർജാണ് KTDC ഒക്കെ ചാർജ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അവർ ഫുഡ് ബാക്കിയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ ഔട്ട് സൈഡ് പവർ സോഴ്സ് എല്ലാ കാര്യങ്ങളും AC വേണ്ടി പവർ സോഴ്സ് പവർ സോഴ്സ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രെയിനേജ് എല്ലാം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിന്റെ പദ്ധതികളും പ്ലാനും ഒക്കെ നടന്നു വരികയാണ്. അപ്പൊ നമ്മൾ ട്രാവലറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഏകദേശം 10 വർഷമായിട്ട് മാർക്കറ്റിലുള്ള വണ്ടിയാണ്. 26 സീറ്റർ. അതുപോലെ BS6 വന്നപ്പോഴാണ് 2.6 എഞ്ചിനിലേക്ക് വന്നത്. ചെറിയ മെർസിഡീസിന്റെ എഞ്ചിനാണ് വരുന്നത്, ഡിറൈവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഗിയർ ബോക്സ് അത്രയും വളരെ വളരെ അതിൽ നിന്ന് ഡിറൈവ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ആ എഞ്ചിൻസ് യാതൊരു പ്രശ്നം. അതിന്റെ പവർ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത്? 115 ഹോഴ്സ് പവർ ആണ് വരുന്നത്. ടോർക്ക് എത്ര വരുന്നത്? 350. ഇതിന് മൈലേജ് ഒക്കെ മൈലേജ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് നമുക്കൊരു 6 to 8 വരെ. ബാക്കിൽ ടയേഴ്സ് മാത്രമല്ല ഈ ഒരു കാരവന് ഇത്രയും ലോഡും കാര്യങ്ങളും വാട്ടർ ടാങ്കും അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നത് കൊണ്ടാണ്. ടോട്ടൽ വെയിറ്റ് എന്താ വരുന്നത് ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക്? ടോട്ടൽ വണ്ടി എന്താ വരും? നമുക്ക് വണ്ടിയുടെ GVW വരുന്നത് 5900 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് അറൗണ്ട് 5 ടൺ അടുപ്പിച്ച് 5 ടണ്ണിനകത്തേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ആൾക്കാർക്കും വണ്ടി ഓടിക്കാം അല്ലേ? അപ്പോൾ ആ ഒരു വെയിറ്റിന്റെ പ്രശ്നമായിട്ട് ഹെവി ലൈസൻസോ കാര്യങ്ങളോ വരുന്ന വണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ ആ ലൈസൻസിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല, ആർക്ക് വേണമെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ വേറെ കാര്യം ഡിസൈൻ വൈസ് പ്രത്യേകിച്ച് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടുത്തെ ഫ്രണ്ട് ബമ്പേഴ്സും ഈ ഗ്രില്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹെഡ്ലാമ്പ് ഒക്കെ സെയിം തന്നെ അല്ലേ? എല്ലാം സെയിം ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ മോഡിഫിക്കേഷൻ ഫ്രണ്ട് ബമ്പർ കിറ്റിന്റെ അവിടെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ടയർ സൈസ് വരുന്നത് 215/75 615 ആണ്. 15 ഇഞ്ചാണ്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഈ ഒരു മിററൊക്കെ കമ്പനി ബിൽഡർ ആണ്. ബാക്കി എക്സ്റ്റീരിയർ സൈഡിൽ ഈ ഗ്ലാസ് ഏരിയ എല്ലാം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്താണ്. ഈ ഒരു കനോപ്പി നമ്മൾ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ അത് വെക്കാം. സാധാരണ എല്ലാവർക്കും ക്യാമ്പ് ചെയ്യുന്നവർക്കൊക്കെ സത്യത്തിൽ പറഞ്ഞത് ആവശ്യമാണ്. അല്ലാത്ത ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യം വരുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മഴയും എല്ലാം വരും. സത്യം പറഞ്ഞാൽ എല്ലാവരും ഓപ്റ്റ് ചെയ്തായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന്റെ വാട്ടർ ടാങ്ക് മേളിലാണ് വരുന്നത്. ഓക്കെ, ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ഡ്രെയിനേജിന്റെ വണ്ടിയുടെ അടിയിലാണ് വരുന്നത്. അടിയിൽ വരും അല്ലേ? അടിയിൽ വരുന്നുണ്ട്. ബ്ലാക്ക് വാട്ടർ ടാങ്ക് അടിയിലാണ് വരുന്നത്. മറൈൻ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ടാങ്ക് അടിയിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഇതൊരു ലാഡർ. നമുക്ക് ലഗേജസ് വേണമെങ്കിൽ മേളിൽ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് തുറക്കാൻ പറ്റും അല്ലേ? ഓപ്പൺ ആക്കാം. ഇത് നമ്മുടെ ബെഡ്റൂമിന്റെ ഏരിയ ബാക്ക് സൈഡ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഔട്ട് സൈഡ് പവർ സോഴ്സ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾ ആണ്. ഓക്കെ, ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ വല്ല പറ്റുമോ? ഇല്ല, അങ്ങനത്തെ ഫെസിലിറ്റി. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ സൈഡിൽ കനോപ്പി വരുന്നില്ല, ഒറ്റ സൈഡിൽ മാത്രം. ഈ സൈഡിലും ബാക്കിലും മാത്രം ആയതുകൊണ്ട് ഈ സൈഡ് കനോപ്പി കൊടുക്കാൻ പറ്റൂല അല്ലേ? ഓക്കെ, ഇത്രയാണ് എക്സ്റ്റീരിയർ കാര്യങ്ങളല്ലേ? നമുക്കിനി അകത്ത് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റ് നോക്കാം. ഇതാണ് ഡ്രൈവർ ക്യാബിൻസ് ഒക്കെ വരുന്നത് അല്ലേ? ഡ്രൈവർ ക്യാബിൻ ഇവിടെയാണ് വരുന്നത്. ഇത് ഈ ഒരു പാറ്റേൺ ഒക്കെ ഉള്ളതാണോ അതോ ഇത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഇതൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കസ്റ്റം ചെയ്യാലോ അല്ലേ? ഇത് കസ്റ്റം ചെയ്യാം. ഏത് ഏരിയ വേണമെങ്കിലും കസ്റ്റം ചെയ്യാം. നമുക്ക് അകത്തെ ഏരിയ ആയാലും നമുക്ക് ഫുള്ള് കസ്റ്റം ചെയ്യാലോ അല്ലേ? ഓക്കെ, കളർ തീമും നമുക്ക് മാറ്റാം, കസ്റ്റമേഴ്സിന് അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് നോക്കാം അല്ലേ? ജസ്റ്റ് ഓക്കെ,
കളർ മാറ്റാം, ഈ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ മാറ്റാൻ പറ്റുമോ? മെറ്റീരിയൽ പറ്റാം. റൂഫിന്റെ കളർ ആയാലും ഏത് റൂഫിന്റെ കളർ നമുക്ക് ഓപ്ഷനിലാണ്. ഓക്കെ, ലിമിറ്റഡ് ആണല്ലേ? ABS മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ലിമിറ്റഡ് ഓപ്ഷൻ മാത്രമേ അത് കളറിൽ വരുന്നത്. അതിലോട്ട് വരുന്നത് നമുക്ക് ഇവിടെ ഫാബ്രിക്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് വരും. അതുപോലെ ഈ ഒരു എന്താണ് ഇത് തീമിനൊക്കെ മാറ്റം വരുന്നല്ലോ, ഈ ഒരു ഫിനിഷസിന് എല്ലാം മാറ്റം വരുന്നത്. ഈ ടേബിൾ മാറും. ടേബിൾ നമുക്ക് ഇവിടെ ഫോൾഡിംഗ് ടേബിൾ ആയിട്ട് കൊടുക്കാം, റെയിൽവേയിലെ മോഡൽ. ഓക്കെ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഇതിപ്പോ ഫിക്സഡ് രീതിയിലാണ് ഈ ടേബിൾ ഇരിക്കുന്നത്. ഇത് ഫിക്സഡ് ആണ്, പക്ഷേ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ. അതിനുള്ള കൺട്രോൾസ് എല്ലാമാണ് ഇവിടെ വരുന്നത്. ഇത് ഹൈഡ്രോളിക്കലി ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് കൊള്ളാം. ബാക്കി ഇതെല്ലാം ലൈറ്റിന്റെ കൺട്രോളാണ്. നമുക്ക് ഇവിടുന്ന് ഡ്രൈവറുമായിട്ട് നമ്മളിപ്പോ ഈ ഡോർ ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഫുൾ പ്രൈവറ്റ് ആയി. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഡ്രൈവറുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ കർട്ടൻ കൊടുത്തിട്ടുണ്ടല്ലേ? കർട്ടൻ നല്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, മേളിൽ നമുക്ക് AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജിടാക്കിന്റെ AC ആണ് നമ്മൾ വണ്ടിയിൽ ഇപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ AC-യുടെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം നമ്മൾ ഫോഴ്സ് തന്നെയാണോ ചെയ്യുന്നത്? AC ജിടാക്കിന് ഇവിടെ ഓൾറെഡി ഡീലർ ഉണ്ട്, സർവീസ് പോയിന്റ് ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും അവർക്ക് സർവീസ് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, AC-യുടെ സർവീസ് സെന്റർ അവർക്കുണ്ട്. അതുപോലെ ഈ ക്യാരിയറുമായിട്ട് ബന്ധപ്പെട്ട ഈ ആക്സസറീസിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പിനാക്കിളിൽ നിന്ന് വാറണ്ടി ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പുറത്തും ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ പിനാക്കിളിൽ നിന്ന് ചെയ്യാം അല്ലേ? ഇത് ഈ മെറ്റീരിയൽസ് എല്ലാം ഇത് ആയതുകൊണ്ട് വണ്ടിയുടെ ലൈഫിനനുസരിച്ച് ഇതിനെല്ലാം ലൈഫ് ഉണ്ട്. ഓക്കെ, ഈ നമുക്ക് ഈ ഫാബ്രിക് ഈ ലെതേഴ്സിനൊക്കെ എല്ലാം മാറ്റാം. ഓക്കെ, അതിൽ 2 TV, മൊത്തം 3 TV ആണ് വരുന്നത്. ഇവിടെ ലിവിംഗ് ഏരിയയിൽ 2 TV ആണ് വരുന്നത് അല്ലേ? DVD പ്ലെയർ വരുന്നുണ്ട്. ഇത്രയാണ്. പിന്നെ വൈഫൈ കണക്റ്റിനായിട്ട് റൂട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വൈഫൈ ഓക്കെ. പിന്നെ നമുക്ക് ബെഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ബെഡ് ആക്കാൻ പറ്റും. നമ്മൾ ഹൈറ്റ് കുറച്ച് ഡൗൺ ആക്കി ഇത് സപ്പോർട്ടിനാണ് നമ്മൾ ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ ടേബിൾ ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സൈഡ് ടേബിൾ കൊടുക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ട് വരുന്നില്ലേ? അപ്പോൾ ഇത് അടുത്ത ഓപ്ഷനാണ് വരുന്നത്, അടിയിൽ നിന്ന് പുൾ ഔട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് നമുക്ക് പില്ലോ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഇത്. ഓക്കെ. അത്യാവശ്യം ഒരു കുഴപ്പമില്ലല്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ കിടക്കാം. ചരിഞ്ഞ് നടക്കണമെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ല, ഞാൻ ഷൂ ഉണ്ടായിട്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഫ്ലോറും ഒരു വിനയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? വിനയിൽ ഒരു വുഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സൈഡിലും കർട്ടനുണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് വെളിച്ചം വീണ്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കർട്ടൻ ഒഴിവാക്കി മേളിലോട്ട് ഫോൾഡ് ചെയ്തത്. പിന്നെ കുറച്ച് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ ആംബിയൻ ലൈറ്റിംഗ് ആണ്. ബ്ലൂ കളർ മാത്രമല്ല, റൂഫിലും പിന്നെ ഒരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മേളിൽ വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് മാഗ്നറ്റിക് ടച്ച് ആണ്. അതിനകത്ത് ഓപ്പൺ ചെയ്യാം അല്ലേ? ഓക്കെ. ഫുൾ വൈറ്റ് തീമാണ് ടോയ്ലറ്റ് വരുന്നത് അല്ലേ? ക്ലോസറ്റ് വരുന്നുണ്ട്, ബാത്റൂം ഷവേഴ്സ് വരുന്നുണ്ട്. ഫ്യുവലിന്റെ ആണോ കാണുന്നത്? അത് നമ്മുടെ താഴത്തെ നമ്മുടെ ടാങ്കിന്റെ ബ്ലാക്ക് വാട്ടർ ടാങ്കിന്റെ ടാങ്കിന്റെ മീറ്റർ ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ടാങ്ക് ഫുൾ ആണോ ഇല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ അത് കാണിക്കാനാണ് അത് വെച്ചേക്കുന്നത്. ഈ കുറച്ച് സ്വിച്ചസ് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണത്? അത് ഇതിന്റെയാണ്, ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, എക്കോ, നോർമൽ, വാട്ടർ എംറ്റി. അത് ഇതുവഴിയാണ് കൺട്രോൾ. ഈ ഒരു പാനൽ വഴിയാണ് കൺട്രോൾ അല്ലേ? ഈ ഒരു പാനൽ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്തെങ്കിലും വെക്കാൻ വേണമെങ്കിൽ അല്ലേ? ടവലിന്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് അല്ലേ? അത് നമുക്ക് ഔട്ട്ലെറ്റ് ഇതൊക്കെ പോകുന്നതാണ്. ഓക്കെ. ജസ്റ്റ് നിങ്ങളുടെ സർവീസ് ആക്സസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് അല്ലേ? ഓക്കെ. ഇത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് അല്ലേ? അതെ. ഇതിനകത്തും AC വെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെന്താ? ഇത് നമുക്ക് കുക്കിംഗ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ടോപ്പും മൈക്രോവേവ് ഓവനൊക്കെ ഇതിന്റെ പുറത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു 50 ലിറ്ററിന്റെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. അത് പക്ഷെ അറിയത്തോലും കേട്ടോ, ഫ്രിഡ്ജിന്റെ ഒരു ഏരിയ. അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇത് ബാക്ക് ലൈറ്റിന്റെ കൺട്രോൾ ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു പാനൽ ഒരേപോലെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് സോഫ കം ബെഡ് ആണ്. ഓക്കെ, രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് 5 പേർക്ക് ഇരിക്കാനാണ് ഇവിടുത്തെ സീറ്റിംഗ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 5 പേർക്ക് ഇരിക്കുന്ന രീതിയിൽ. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാങ്കറ്റും പില്ലോ കവേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് 5 പേർക്ക് ഇരിക്കാനുള്ളതാണ്. അങ്ങനെ 4+5 9 സീറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ടോട്ടൽ നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 മുതിർന്നവർക്ക് ഒരു കുട്ടിക്കും
കിടക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടില്ല. പോയിന്റ്സ് എല്ലായിടത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ടിവി യൂണിറ്റ് ഉണ്ട്. ടിവി യൂണിറ്റ് വരുന്നുണ്ട്. റൂഫിൽ എസി ഔട്ട്സൈഡ് പവർ സോഴ്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ചെറിയൊരു വ്യത്യാസമല്ലേ മറ്റേതുമായിട്ട് വ്യത്യാസം. നൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ AC യൂസ് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇൻവെർട്ടറിന്റെ പവറും ഔട്ട്സൈഡ് പവർ സോഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ AC അപ്പൊ അത്ര ഫ്യൂവൽ അതിനകത്ത് ലാഭിക്കാം. കാരവൻ പാർക്ക് വരുമ്പോൾ അവർ എല്ലായിടത്തും ചാർജിംഗ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം അതിന് ഫീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ മിനിമം ഫീസ് മാത്രമേ KTDC ചാർജ് ചെയ്യും. ഒരു കാരവൻ പാർക്ക് ഒരു നൈറ്റ് യൂസ് ചെയ്യാനായിട്ട്. ഇത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും. പ്രൈവറ്റ് പാർട്ടിക്കും ഈ പാർക്ക് എല്ലാവർക്കും ഓപ്പൺ ആണ്. പ്രൈവറ്റ് പാർട്ടിസിനും ചെയ്യാം, അല്ലാതെ ഇതിന് നമുക്ക് KTDC ആയിട്ടും ചെയ്യാം. രണ്ടുപേർക്കും ചെയ്യാം അല്ലേ? നമുക്ക് ഈ ബെഡ് ഒന്ന് മാറ്റിട്ട് കാണിച്ചാലോ? എല്ലായിടത്തും ഈ ടേബിൾ അഡീഷണൽ സപ്പോർട്ട് കൊടുത്തേക്കാണ് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ് സ്പേസിലേക്ക് മാറി. ഓക്കെ, ഒരു 6. ഇതിന്റെ ടോട്ടൽ വീതി എത്ര വരുന്നത്? 6 ഫീറ്റ് വരും അല്ലേ? അപ്പൊ ഒരു 6 അടി നീളമുള്ള ആൾക്ക് പ്രശ്നമില്ല. അതിൽ കൂടുതലുണ്ടെങ്കിൽ ചരിച്ച് നടക്കേണ്ടി വരും. കുറച്ച് ലിമിറ്റേഷൻസ് വരും. ഓക്കെ, അതെ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? ക്യാരവാന്റെ വിശേഷങ്ങളല്ലേ? മോട്ടോർ ഹോമിന്റെ വിശേഷം. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഈ കാണുന്ന ഇന്റീരിയർ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റം ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട്. അപ്പം ഈ പറഞ്ഞ കോസ്റ്റിൽ നിന്നൊക്കെ വ്യത്യാസം വരുമല്ലോ അല്ലേ? ചെറിയൊരു വ്യത്യാസം വരത്തുള്ളൂ. വലിയൊരു വ്യത്യാസം വരുന്നില്ല അല്ല? ഈ മെറ്റീരിയൽ ഒക്കെ ഇച്ചിരി കോസ്റ്റ്ലി മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അതനുസരിച്ചിട്ട് കസ്റ്റമൈസിന് ചെയ്യാൻ പറ്റും അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്നാ കോസ്റ്റ് ആൾറെഡി അറിയാമല്ലോ, വലിയ പ്രശ്നമില്ല. ഇപ്പം റെഡി ആണല്ലോ വണ്ടി കൊടുക്കാൻ? വണ്ടി റെഡിയാണ്. നമുക്ക് ബുക്ക് ചെയ്താൽ വിത്തിൻ ഒരു 2-3 monthsനകത്ത് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. ഒരു 3 മാസമാണ്. 2 months മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ക്യാരവനെ പറ്റിയുള്ള, നമ്മുടെ ഫോഴ്സിന്റെ ക്യാരവനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ലീഗൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യാരവൻ സ്വന്തമാക്കാന്നുള്ളത്. പ്രൈവറ്റ് യൂസിനായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ലേ, 2 രീതിയിലും കൊണ്ടു നടക്കാം. ബിസിനസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള അഡീഷണൽ സബ്സിഡികളും സപ്പോർട്ടുകളും എല്ലാം നമുക്ക് കിട്ടും. നമുക്ക് പ്രൈവറ്റ് യൂസ് ആണെങ്കിൽ അത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. നോർമൽ ഒരു പ്രൈവറ്റ് വാഹനം നമുക്ക് യാതൊരു ലീഗൽ കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു വാഹനം എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാം. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്മുടെ വഞ്ചനാട് മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് വിളിച്ചു ചോദിച്ചാൽ, നിങ്ങളുടെ സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അശ്വദേവിൻ്റെ നമ്പറാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അശ്വദേവ് നിങ്ങളെ തീർച്ചയായിട്ടും അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു അശ്വദേവ്. ഈ ഒരു വണ്ടി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനൊക്കെ അറിയിച്ചൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.